2 അയിലയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് അയിലയാണ് കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം റെഡിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ഉള്ളി, ഒരു 5-8 പച്ചമുളക്, ഒരു 4 ചുവന്നുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഇഞ്ചി, വേപ്പില, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണ് കേട്ടോ, മുളക് പൊടി ഇത്തിരി വലിയ സ്പൂണാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കപ്പ് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ തീ സിമ്മിലിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുടപ്പുളി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചില്ല വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് പൊടിക്ക് ഇതുണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. പൊടി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണം പാലിനകത്തേക്ക് ഒഴിക്കാം. പാല് പോരെങ്കിൽ കുറച്ചും കൂടി ചാറ് വെക്കാം. ഞാൻ കളഞ്ഞിട്ടില്ല, കുറച്ചും കൂടി പിഴിഞ്ഞെടുക്കാം. കുറച്ച് ചാറ് പോരെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇവിടെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് വറ്റി വരണം, അതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ലേശം കൂടി പാല് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാവുന്നതാണ്. ലേശം കൂടി ഉപ്പ് ഇളക്കാം. ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ. തീ കൂട്ടിയിട്ടിട്ടുണ്ട്. സിമ്മിലാണ് നമ്മളിട്ട് പൊടിയൊക്കെ ഇട്ടത്. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് ഇതായിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചാൽ ശരിയാക്കി വെച്ചാക്കണ മീനെടുത്ത് ഇതിലേക്ക് ഇടാം. എന്നിട്ടൊന്നും കൂടി തിളക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് വലിയ ഇളക്കണ്ട. അതൊക്കെ ഇടുന്ന വേവട്ടെ, റെഡിയാവട്ടെ. നമുക്കിത് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ അത് തിളച്ച് പുറത്തേക്ക് പോകാതെ ഇരിക്കും. ഇടയ്ക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. പുളിയൊക്കെ ഇറങ്ങിയ ഉപ്പൊക്കെ കറക്റ്റാണോ നമുക്ക്
ഉപ്പ് ലേശവും കൂടെ വേണം. ഇവിടെ എപ്പോഴും എരിവും ഉപ്പും പുളിയൊക്കെ മുന്നിലായിരിക്കണം. അപ്പം ലേശവും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് സിമ്മിലിട്ട് നന്നായിട്ട് വറ്റി വരട്ടെ. അപ്പോഴേ നെയ്യൊക്കെ തിരിഞ്ഞ് കറക്റ്റായിട്ട് വന്നുള്ളൂ. അങ്ങനെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫാക്കിയിടാം നമുക്ക്. ഇനി അതവിടെ ഇരുന്ന് നെയ്യൊക്കെ തിരിഞ്ഞ് ഇതായിക്കോളും. ആവശ്യത്തിന് ചാറും ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഗ്രേവി നോക്കിയിട്ട് നമുക്ക് ഓഫാക്കാം. ലേശം തുറന്ന പ്ലേറ്റ് ആവാനായിട്ട് അവിടെ ഇരിക്കട്ടെ.